വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനാണ്. നമ്മളെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയെല്ലാം നമുക്ക് കാർട്ടൂൺ ബോക്സിലാക്കിയിട്ട് ഓരോരുത്തരുടെ വീടുകളിൽ കൊണ്ട് കൊടുക്കണം, അതുപോലെ അയച്ചു കൊടുക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു കാര്യം പറയുകയാണ്. ഈ ഒരു കിറ്റ് വാങ്ങുന്നവർക്ക് പ്രത്യേകിച്ച് പറയുകയാണ്, ഇത് തികച്ചും കടമായിട്ടാണ് ഞാൻ തരുന്നത്, നിങ്ങൾക്ക് സ്വന്തമായിട്ടല്ല. എന്നെങ്കിലും ഒരു ദിവസം ഈ ഒരു കിറ്റ് നിങ്ങൾ തിരിച്ച് തരിക തന്നെ വേണം. അതായത് നിങ്ങൾ എന്നും വാങ്ങുന്ന കൈയായി നിൽക്കാതെ പിന്നീട് എപ്പോഴാണെങ്കിലും കൊടുക്കുന്ന ഒരു കൈയായിട്ട് മാറുക. നിങ്ങൾക്ക് ഈ കിറ്റ് കിട്ടിയ പോലെ ഇനി ഒരിക്കൽ ഏതെങ്കിലും നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള പുറത്ത് പറയാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കൊടുക്കുന്ന ആളായിട്ട് മാറണം കേട്ടോ. അങ്ങനെ ഒരു നിയത്ത് വെച്ചുകൊണ്ട് ഇത് സ്വീകരിക്കുക കേട്ടോ. നമ്മൾ ഈ ഒരു പരിപാടി തുടങ്ങുന്നത് വെള്ളിയാഴ്ചയാണ് എല്ലാം പാക്ക് ചെയ്ത് അയക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് കൂടുതൽ കൂലിയൊക്കെ കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഹയാൻകുട്ടനെ നിസ്കരിക്കാനും വേണ്ടിയിട്ട് പോകണം. അപ്പോൾ അതിന് സുറുമിട്ട് കൊടുത്ത് സ്പ്രേ ഒക്കെ ഇട്ട് കൊടുത്ത് അവനിത് നിസ്കരിച്ച് വന്നതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ബാക്കി പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവൻ നിസ്കരിച്ച് വരുമ്പോഴേക്കും ഞാൻ വേഗം ബേബീനൊക്കെ ഉറക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതേ ഉറക്കിയിട്ടുണ്ട്. കാരണം നമ്മൾ ഹാളിൽ കയറി കഴിഞ്ഞാൽ ബേബിയും കൂടെ വരകി കഴിഞ്ഞാൽ ആകെ മൊത്തത്തിൽ അവൾക്ക് ബുദ്ധിമുട്ടാവും, നമുക്കും ബുദ്ധിമുട്ടാവും. അപ്പോഴേക്കും നമ്മുടെ ഹയാൻകുട്ടനും പള്ളിയിൽ നിന്ന് വന്നിട്ടുണ്ട്. നമ്മളിതേ നമ്മുടെ പണികൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ കാർട്ടൂൺ ഈ അട്ടപ്പെട്ടീൻ്റെ ഒക്കെ അടിഭാഗം നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം എല്ലാം ഇങ്ങനെ പരത്തിയിട്ടല്ലേ കൊണ്ടുവന്നത്. അപ്പോൾ ഇതെല്ലാം അടിഭാഗം ഒട്ടിച്ചതിന് ശേഷം ഉള്ളിലേക്ക് നമുക്കെല്ലാം ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം പറയുമ്പോൾ നമ്മളൊരു ദാനധർമ്മം ചെയ്യുമ്പോൾ ഇരു കൈ അറിയാതെ കൊടുക്കണം, എന്നാലേ കൂലി കിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ടല്ലോ. അതിൻ്റെ ഒരു ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ കൊടുക്കുന്ന സമയത്ത് വാങ്ങുന്ന ആൾക്കാരുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന രീതിയിലാവാൻ പാടില്ല, അവർക്കൊരു നാണക്കേട് ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ്. ആ ഒരു കാര്യത്തിൽ നമ്മൾ ഇതിൽ വന്നിട്ട് ആരും റിവീൽ ചെയ്യുന്നില്ല, ആരെയും അഡ്രസ്സ് റിവീൽ ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ ഈ കൊടുക്കുന്ന ഒരു കാര്യം മാത്രമേ നമ്മളിതിൽ കാണിക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ കൂലി തരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചവനാണ് കൂലി തരുന്നത്. പഠിച്ചവന് നമ്മുടെ മനസ്സിലേക്കാണ് നോക്കുന്നത്. അതായത് നമ്മുടെ നീയത്ത് എന്താണോ അതാണ് നോക്കുന്നത്. എൻ്റെ നീയത്ത് എന്ന് പറയുന്ന സമയത്ത് ഈ ഭൂമിയിൽ ഒരുപാട് ആൾക്കാർ ഒരു നേരം ഭക്ഷണം വാങ്ങാൻ പറ്റാതെ കഴിക്കാൻ പറ്റാതെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ. അങ്ങനെയുള്ള എല്ലാവരെയും എനിക്കിപ്പോൾ സഹായിക്കാൻ പറ്റും. ഒരു 100 പേര് അല്ലെങ്കിൽ 150, 200, 300, അതായത് നമ്മുടെ ഓരോരുത്തരുടെയും സാമ്പത്തികം അനുസരിച്ചല്ലേ നമുക്ക് സഹായിക്കാൻ പറ്റുള്ളൂ. അതേസമയം ഞാൻ ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നത് കാണുമ്പോൾ ഇത് കാണുന്ന 1,00,000 പേരിൽ 1,000 പേർക്ക് അല്ലെങ്കിൽ 10,000 പേർക്കെങ്കിലും കൊടുക്കാനുള്ള കഴിവുള്ളവരുണ്ടാവും. അതിൽ നിന്ന് വന്നിട്ട് 1,000 പേരെങ്കിലും ഇപ്പോൾ ഒരു 10 പേർക്ക് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര പേർക്ക് ഇതുപോലെ കിറ്റ് കിട്ടും? അവരുടെ വീടുകളിൽ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ കിട്ടൂലേ. അത് കണ്ടിട്ട് കുറേ ആൾക്കാർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഓരോരുത്തർ ചെയ്യുന്തോറും അതിൻ്റെയും കൂലി, ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഫുഡ് കൊടുത്തതിൻ്റെ ഒരു കൂലിയാണ് എനിക്ക് ഈ ഒരു വീഡിയോ മുഖാന്തരം കിട്ടുന്നത്. ഒരു ഇൻഫ്ലുവൻസർ എന്ന രീതിക്ക് എൻ്റെ കയ്യിലുള്ള ഇത്രയും വലിയൊരു ആയുധം എനിക്ക് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു നഷ്ടമല്ലേ. എൻ്റെ അത്ത പറയാറുണ്ട്, നിന്നെ കേൾക്കാനും നിന്നെ കാണാനും നീ പറയുന്നത് പോലെ ചെയ്യാനും ആൾക്കാരുണ്ടാവുക, അത് നിനക്ക് പറഞ്ഞു കൊടുക്കാനൊരു അവസരം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ആൾക്കാർക്ക് കിട്ടാത്തൊരു ഭാഗ്യമാണ് കിട്ടിയിട്ടുള്ളത്. സോ അത് നീ മാക്സിമം നല്ല രീതിയിൽ യൂസ് ചെയ്യുക എന്നുള്ളത് എന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പഠിച്ചോനാണ് കൂലി തരുന്നത്. അത് പഠിച്ചോനും ഞാനും മാത്രം തമ്മിലുള്ള ഒരു ഇടപാടാണ്. അതിനെയും വെച്ചിട്ട് ആരും എന്നെ ജഡ്ജ് ചെയ്യാനോ അല്ലെങ്കിൽ ഞാൻ വ്യൂസ് കൂടുതൽ കിട്ടാനോ അല്ലെങ്കിൽ പൈസ കൂടുതൽ കിട്ടാനോ എന്ന് പറഞ്ഞിട്ട് വരരുത് പ്ലീസ്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ ഒരു സംഭവം ഇതൊരു കണ്ടന്റ് ആക്കിയിട്ട് ചെയ്യണം നിർബന്ധമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കണ്ടന്റ് മുഖാന്തരം എൻ്റെ കയ്യിൽ നിന്ന് പൈസ പോകും എന്നല്ലാതെ എനിക്ക് 5 പൈസ ഇങ്ങോട്ട് കിട്ടുന്ന ഒരു സംഭവമല്ല ഇത്. അതുകൊണ്ട് ഇതൊരു കണ്ടന്റ് ആയിട്ട് ആരും കാണണ്ട. എൻ്റെ നീയത്ത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. അത് അറിയാതെ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് നിങ്ങളുടെ അമലും കൂടെ എനിക്ക് വാങ്ങിച്ചു തരേണ്ട ഒരു അവസ്ഥ വരണ്ട കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം കടയിൽ പറയണം എന്ന് എനിക്ക് തോന്നി. പിന്നെന്താണ്, പിന്നെ അതേ ഈത്തപ്പഴം നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈത്തപ്പഴം കൂടെ അടിയിൽ കൂടെ പാക്ക് ചെയ്യാണ്. ഈ ഒരു വീഡിയോയിൽ എനിക്ക് എത്ര രൂപ ചിലവായി, എന്തൊക്കെയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്, അങ്ങനത്തെ കുറേ ഡീറ്റെയിൽസും കൂടെ നമ്മൾ പറയുന്നുണ്ട്. കാരണം ആരെങ്കിലുമൊക്കെ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതൊരു ഉപകാരമാവും. നമുക്ക് ഒരുപാട് പൈസ ഒന്നും വേണ്ട കേട്ടോ. ഒരു കിറ്റ് റെഡിയാക്കി കൊടുക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് വന്നിട്ട് ഇതിൽ നമ്മളൊരു 17 ഐറ്റമാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. വീണ്ടും എനിക്ക് കൂടുതൽ ഐറ്റംസ് ഇടാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നില്ല കേട്ടോ.
ഞാൻ വിചാരിച്ചാണ് കുറച്ചും കൂടെ കൂടുതലാക്കണം എന്നുള്ളത്. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചിന്നും മൊത്തത്തിൽ എല്ലാ അവസ്ഥകളും താളം തെറ്റി. ഞാൻ ഒറ്റയ്ക്കാണല്ലോ ഇതെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വെള്ളിയാഴ്ച തന്നെ അത് കൊടുത്ത് തീർക്കണം എന്ന് വിചാരിച്ചാണ്, പക്ഷെ എന്നെക്കൊണ്ട് സാധിച്ചില്ല. പണി പകുതി മാത്രമേ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ വന്നിട്ട് 50 കിലോൻ്റെ ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ 50 കിലോൻ്റെ പഞ്ചസാര, 30 കിലോൻ്റെ റവ, പിന്നെ പരിപ്പ്, ഉപ്പ്, നെയ്യ്, കടുക്, ജീരകമില്ല, ഉലുവ, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെന്താണ് അങ്ങനെ എനിക്ക് കിട്ടണില്ല, പിന്നെ ചിക്കൻ മസാലപ്പൊടി, പിന്നെ ഓയിൽ, അങ്ങനെ കുറേ സംഭവം. പിന്നെ വന്നിട്ട് കുറച്ച് പേര് ഡ്രസ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ യൂസ്ഡ് ഡ്രസ്സൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ യൂസ്ഡ് ഡ്രസ്സ് ശരിക്കും ഇടാൻ പറ്റുമെന്ന് പോലും അറിയില്ല. അപ്പോൾ എൻ്റെ കുറച്ച് പുതിയ ഡ്രസ്സുകളുണ്ടായിരുന്നു. അത് നമ്മൾ പാക്ക് ചെയ്ത് അതിൻ്റെ കൂടെ ഇട്ട് വയ്ക്കുന്നുണ്ട്. യൂസ്ഡ് ചോദിച്ചവർക്ക് അതും കൊടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ എല്ലാം റെഡിയാക്കി വെക്കണം എന്ന് വിചാരിച്ച സമയത്ത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത്. ഒരുപാട് തിരക്കുള്ള സമയമാണ്. എനിക്ക് 2-3 വീഡിയോസ് പബ്ലിഷ് ചെയ്യാനുണ്ടായിരുന്നു നോമ്പിന് മുമ്പ്. പക്ഷേ എൻ്റെ മുന്നിൽ ആകെ 2 ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ ഒരു ഡ്രസ്സുകളൊക്കെ നമ്മൾ കൊടുക്കാനും വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. അതിൽ റെഡ് വന്ന റനക്കുട്ടീൻ്റെ ആയിരുന്നു. റനക്കുട്ടി ഒരിക്കൽ എന്തോ അങ്ങനെ ഇട്ടിട്ടുണ്ട്. എൻ്റെ വന്നിട്ട് പർപ്പിൾ കളർ തീരെ ഇട്ടിട്ടില്ല. വീഡിയോയിൽ കാണിച്ചിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ചെയ്യും. ഇതോടുകൂടെ അവസാനിപ്പിക്കുന്ന ഒരു സംഭവമല്ല. അപ്പം എൻ്റെ കൂടെ മനസ്സുകൊണ്ടും ദുആ കൊണ്ടും എൻ്റെ കൂടെ നിൽക്കുക. നിങ്ങൾ ഇഷ്ടമുള്ളവർ മാത്രം നിന്നാൽ മതി. നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് തന്നെ എനിക്ക് എത്ര ഒറ്റയ്ക്കാണെങ്കിലും എത്ര പണികൾ വേണമെങ്കിലും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. അത് നിങ്ങളെപ്പോലെയുള്ള ഒരുപാട് പേര് ദുആ ഉള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ മുൻകൂട്ടി പറയൊന്നുമില്ല. നമ്മുടെ ഏതെങ്കിലുമൊക്കെ വീഡിയോയിലാണ് ഇടുക, എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ഒരുപാട് പേര് മറ്റേ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കും കൂടെ തരുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയുള്ളവരെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് മെസ്സേജ് ചെയ്യാൻ പറഞ്ഞിട്ട് അതിന്നും കുറച്ച് ആൾക്കാരെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ബാച്ചായിട്ടാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. അതായത് ഒന്ന് വന്നിട്ട് ഓൺലൈനായിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അയച്ചു കൊടുക്കുന്നതും, ഇനി ഒന്ന് വന്നിട്ട് നമ്മുടെ ഇവിടെ അറിയുന്ന കുറച്ച് പേർക്ക് കൊടുക്കുന്നതും. അങ്ങനെയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് മൊത്തത്തിൽ എല്ലാ ബോക്സും ഫില്ല് ചെയ്യാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ടഫാണ് കേട്ടോ ഈ ഒരു സംഭവം. കാണാൻ ഈസി ആണെങ്കിലും പക്ഷേ ഈ ആൾക്കാരെ സെലക്ട് ചെയ്ത് അവരുടെ അഡ്രസ്സൊക്കെ കളക്ട് ചെയ്ത് അതൊക്കെ എഴുതി ഒക്കെ അയച്ചു കൊടുക്കുക എന്ന് പറയുന്നത് അത്ര സിമ്പിളായിട്ടുള്ള പ്രോസസ്സേ അല്ല. പിന്നെ പഠിച്ചവൻ വെറുതെ ഒന്നും കൂലി തരൂല എന്നുള്ളത് വെറുതെ പറയുമെന്നല്ല. നല്ലോണം നമ്മളെ പരീക്ഷിച്ച് നല്ലോണം കഷ്ടപ്പെടുത്തി ബുദ്ധിമുട്ടിച്ച് നമ്മൾ അതിൽ നിന്നും പിന്തിരിഞ്ഞ് പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് കൂലി കിട്ടുള്ളൂ. അത് ഞാൻ എൻ്റെ ഈ കാര്യത്തിൽ നിന്നല്ല, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മളെപ്പോഴും ഉണ്ടല്ലോ നമ്മുടെ നിയ്യത്ത് എന്താണോ അതിനനുസരിച്ചുണ്ടാവും നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. നമ്മൾ വന്നിട്ട് എന്താണോ ആഗ്രഹിക്കുന്നത് അതായിരിക്കും നമ്മളെ തേടിയെത്തുന്നത്. അല്ലാഹ് തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ മനസ്സിൽ എന്താണോ ഉള്ളത് അതാണ് വർദ്ധിപ്പിച്ച് തരിക എന്ന് പറഞ്ഞിട്ടില്ലേ. അതേപോലെ തന്നെ നമ്മളെപ്പോഴും വാങ്ങുന്ന ഒരു കൈയായിരിക്കാതെ കൊടുക്കുന്ന കൈയായിരിക്കാനും വേണ്ടിയിട്ട് നമ്മൾ ദുആ ചെയ്യുക കേട്ടോ. ഈ ഒരു സംഭവം വാങ്ങുമ്പോഴും അടുത്ത വർഷമെങ്കിലും എനിക്ക് ഇതുപോലെ മറ്റാർക്കെങ്കിലും കൊടുക്കാൻ കഴിയണമേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വാങ്ങുക. ഇൻഷാ അല്ലാഹ് അതുപോലെ നിങ്ങൾക്കും ഒരുപാട് പേർക്ക് കൊടുക്കാൻ കഴിയട്ടെ. ആമീൻ. ഞാനും അതിന് വേണ്ടിയിട്ട് ദുആ ചെയ്യുന്നു കേട്ടോ. എൻ്റെ കാര്യത്തിലാണെങ്കിലും അത് ഞാൻ എപ്പോഴും പോസിറ്റീവായിട്ടാണ് കേട്ടോ പ്രാർത്ഥിക്കുന്നത്. നിങ്ങളും നിങ്ങളുടെ കാര്യത്തിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പോസിറ്റീവായിട്ട് പറയുക, പോസിറ്റീവായിട്ട് തന്നെ ദുആ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളെ തേടി വരും. ആദ്യം പക്ഷെ കുറേ പരീക്ഷണങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ നന്നായിട്ടുണ്ടാവും. അത് ഞാൻ ഈ ഒരു കാര്യത്തിൽ ഇന്നലെയും ഇന്നുമായിട്ട് നല്ലോണം ഞാൻ കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ ഒറ്റയ്ക്ക്. അതായത് ശനിയാഴ്ചത്തേക്കെല്ലാം നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, എല്ലാവരും വീടുകളിലേക്ക് എത്തിക്കണം, നോമ്പാകുമ്പോഴേക്കും അവരെ വീടുകളിലേക്ക് എത്തിക്കണം, അയക്കേണ്ടതൊക്കെ അയക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇരിക്കുകയായിരുന്നു. പക്ഷേ അപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡ് എങ്ങോട്ടോ പോകണം എന്ന് പറഞ്ഞിട്ട് വെള്ളിയാഴ്ചത്തെ ദിവസം രാവിലെ തന്നെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം രാത്രിയാണ് പറയുന്നത് നാളെയും അതായത് ശനിയാഴ്ചയും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇനി എങ്ങനെ ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഭയങ്കര ടെൻഷനിലായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ പഠിച്ചോ നല്ലോണം പരീക്ഷിക്കും, നമ്മളതിന് പിന്തിരിഞ്ഞ് പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. പിന്നെ അങ്ങനെ നമ്മളെല്ലാ സാധനങ്ങളും ബോക്സിലാക്കിയിട്ടുണ്ട്. ആക്കി കഴിയുമ്പോഴേക്കും ഇത്രയും സമയമായിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഹാളിൽ നിന്ന് ഇതൊക്കെ മാറ്റിയേക്കണം. കാരണം ഇച്ചു ബേബി വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏതാണ് മാറിപ്പോകാന്നൊന്നും പറയാൻ പറ്റില്ല. എല്ലായിടത്തും വാരി വലിച്ചിടും കേട്ടോ. പിന്നെ മറ്റേ ഡ്രസ്സൊക്കെ നമ്മൾ കൊടുക്കാനും വേണ്ടിയിട്ട് വെച്ചിരുന്നത് തന്നെയാണ്. ഇനിയും കുറേ അലമാരയൊക്കെ വലിച്ചിട്ടിട്ട് സാധനങ്ങളൊക്കെ നോക്കണം ഏതൊക്കെയാണ് കൊടുക്കാനുള്ളതെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ മാറ്റിയേക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ കുട്ടികളൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ അത്ര സിമ്പിളായിട്ടുള്ള പരിപാടിയൊന്നും അല്ല കേട്ടോ. പിന്നെ ഹെൽപ്പ് ചെയ്യുന്ന താത്ത ഉണ്ടായിരുന്നു വെള്ളിയാഴ്ച. പക്ഷേ അവർ കാലിൽ ചുടുവെള്ളം ഒഴിച്ച പോലെ എപ്പോഴാണ് വേഗം ഓടി രക്ഷപ്പെടാമെന്ന് പറഞ്ഞിട്ട് കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഇതൊന്നും ക്ലീൻ ചെയ്യൂല. അപ്പോൾ പിന്നെ ഞാൻ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വേഗം ക്ലീനിങ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ
ബാക്കിയുള്ള അഡ്രസ്സ് എഴുതലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോഴേക്കും 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചോറ് കഴിക്കുമ്പോഴേക്കും കൈയും കാലമൊക്കെ വരച്ച് തലയൊക്കെ കറങ്ങി വല്ലാത്തൊരു അവസ്ഥയിലേക്കായി. അപ്പോൾ ഇന്ന് വന്നിട്ട് കറി ഇതൊക്കെയാണ്, ചീര പരിപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അതിന് ശേഷം ബേബീനെ വീണ്ടും നമുക്ക് ഉറക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ബേബീനെ ഒന്ന് കുളിപ്പിച്ച് ഫ്രഷാക്കി എടുത്തു. പാവം എൻ്റെ കൂടെ എൻ്റെ മക്കൾ നല്ലോണം കഷ്ടപ്പെടുന്നുണ്ട്. അത് ചെറുതാളെന്ന് പറയുമ്പോൾ ശരിക്കും കഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ ബേബിനെയൊക്കെ കുളിപ്പിച്ചതിന് ശേഷം അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ ഞാനിതിപ്പോൾ എങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ ഇങ്ങനെ കമൻറ്റ് ചെയ്യുമല്ലോ, അങ്ങനെ ഉള്ളവരിൽ നിന്നും കുറച്ച് ആൾക്കാരെ അതായത് അരമണിക്കൂറിൻ്റെ ഉള്ളിൽ വരുന്ന കമൻറ്റ് എനിക്ക് നോക്കാൻ പറ്റുള്ളൂ. അത് കഴിയുമ്പോഴേക്കും ഞാൻ എന്തെങ്കിലുമൊക്കെ പണികൾ ചെയ്യാൻ ഷൂട്ട് ചെയ്യാനൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ പറ്റില്ല. കുട്ടികൾ അപ്പിടും, ചിലപ്പോൾ മൂത്രയ്ക്കും, അവർക്ക് ഭക്ഷണം കൊടുക്കണം, അവരുടെ കാര്യങ്ങൾ നോക്കണം. ഹെയ്സുവിൻ്റെ ഭയങ്കര കരച്ചിലായിരിക്കും. അപ്പോൾ അങ്ങനെ എനിക്ക് കമൻറ്റ് ഫുള്ളായിട്ട് നോക്കാൻ പറ്റാറില്ല. അപ്പോൾ ആദ്യം വരുന്ന കമൻറ്റിൽ നിന്ന് അവരുടെ അഡ്രസ്സൊക്കെ വാങ്ങിയതിന് ശേഷം അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ ഗ്രൂപ്പിൽ ഞാനും മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ഈ അഡ്രസ്സൊന്നും ആർക്കും അറിയില്ല. അതെനിക്ക് വിട്ടുപോകാതിരിക്കാനും വേണ്ടിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ ഗ്രൂപ്പിലേക്ക് അയച്ചു വെക്കും. എന്നിട്ട് എനിക്ക് ഫ്രീ കിട്ടുന്ന സമയം ഇതുപോലൊരു A4 ഷീറ്റ് എടുത്തതിന് ശേഷം അതിലേക്ക് ഇതുപോലെ അഡ്രസ്സ് പകർത്തി എഴുതി വെക്കും കേട്ടോ. അഡ്രസ്സ് ഇടുമ്പോൾ അവർ പിൻകോഡും ഫോൺ നമ്പറും ഒക്കെ ഇട്ടിട്ടുമാണ് ഇടാൻ, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് സാധനം എത്തൂല. അങ്ങനത്തെ ഒരു പ്രോബ്ലം കൂടി ഉണ്ട്. അങ്ങനെ അഡ്രസ്സൊക്കെ എഴുതി ആകുമ്പോഴേക്കൊക്കെ രാത്രി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രി ആണെങ്കിലും ചെയ്ത് വെച്ചിട്ട് രാവിലെ പെട്ടെന്ന് കൊടുക്കാമെന്നാണ് മനസ്സിൽ വിചാരിച്ചത്. അപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞത് ഇങ്ങനെ ഹസ്ബൻഡിന് ഇങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞിട്ട്, ശരി ഓക്കെ പഠിച്ചോൻ എനിക്ക് മാത്രമാണ് കൂലി തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ, അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നും പറഞ്ഞിട്ട് രാത്രി ഭയങ്കര വിഷമവും ടെൻഷനായിരുന്നു. എനിക്ക് ഉറക്കം പോലും വരുന്നുണ്ടായിരുന്നില്ല. ഞാൻ എന്ത് ചെയ്യും, രാവിലെ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ നമ്മളെ കൊണ്ട് സാധിക്കും കേട്ടോ. പക്ഷെ മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഡ്രൈവിങ് ചെയ്യാനുള്ള ആ ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല. ഗൈസ്, നിങ്ങൾ പ്രാർത്ഥിക്കണം, ദുആ ചെയ്യണം. ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, പക്ഷെ മറ്റുള്ളവരുടെ ജീവനും കൂടെ ഉൾപ്പെട്ട ഒരു സംഭവമല്ലേ റോട്ടിലേക്ക് വണ്ടി ഇറക്കുക എന്ന് പറയുമ്പോൾ അത് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോഴേക്കും നമ്മുടെ ഇച്ചു ബേബി എല്ലാ അഡ്രസ്സും ഇങ്ങനെ വലിച്ചു വാരി താഴെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ വേഗം അതൊക്കെ എടുത്ത് വെച്ച് പിന്നെ രാത്രി ആകുമ്പോൾ കുറച്ച് ശോകമൊക്കെ അടിച്ച് പിന്നെ എനിക്ക് ഈ സൺഡേ ഉള്ള എൻ്റെ പ്ലാനിങ് കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് പിന്നെ ബാക്കിൽ എൻ്റെ വിഷമം കുറച്ച് എഴുതി വെച്ച് അങ്ങനെ അത് അവിടെ എഴുതി വെക്കും. ഇടയ്ക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുമല്ലോ അതിന് വേണ്ടിയിട്ട്. അങ്ങനെ ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. നെക്സ്റ്റ് ഡേ സുബൈക്ക് എണിച്ചു. ഹയാൻകുട്ടനെ നിസ്കരിക്കാൻ വിളിച്ചു വിട്ട് അതിന് ശേഷം അവൻ ഓടാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ റനക്കുട്ടീനെ വിളിച്ചു വിട്ട് പഠിക്കാൻ പറഞ്ഞു. ഞാൻ പിന്നെ കുറച്ച് നേരം ഓതിയിട്ടൊക്കെ ഇരിക്കാമെന്ന് വിചാരിച്ചു. ആ സമയത്ത് നമ്മുടെ ചുച്ചുക്കുട്ടി ഇല്ല, ഹെയ്സുവും ഇച്ചിലു ബേബിയാണ് ഉള്ളത്. അവർ രണ്ടുപേരും നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ അവർ എണിക്കുമ്പോഴേക്കും എത്രയും പെട്ടെന്ന് എനിക്കിനി ചെയ്തു തീർക്കാനുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇതിൽ ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് പറയുക, ഈ ഒരു വീഡിയോ ശനിയാഴ്ചയാണ് ഞാൻ അതായത് നിങ്ങൾ ഇന്ന് കാണുമായിരിക്കും മിക്കവാറും വിചാരിച്ചത്. പക്ഷേ ഉണ്ടല്ലോ എല്ലാ വോയിസ് ഓവറും കൊടുത്ത് എല്ലാം എക്സ്പോർട്ട് ചെയ്യുമ്പോഴേക്കും എല്ലാം എൻ്റെ ഫോണ് കുറച്ച് കംപ്ലൈൻറ്റ് ഉണ്ട്. വേറെ പുതിയ ഫോൺ വാങ്ങാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന കുറേ കാലം. അങ്ങനെ ഫോണ് ഹാങ്ങായി മൊത്തം എല്ലാം പോയി ആദ്യം തൊട്ട് ഞാൻ വീണ്ടും എഡിറ്റ് ചെയ്യേണ്ടി വന്നു. ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ അങ്ങനെ കുറേ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന സമയത്ത് രാത്രി ഭയങ്കര ടെൻഷനായിരുന്നല്ലോ, എങ്ങനെ പിറ്റേ ദിവസം ഞാനിതെല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് ഞാൻ ഓതുന്നത് വല്ലുഹായാണ്. ഇതെന്തിനാ നിങ്ങൾക്ക് കാണിക്കണമെന്ന് വെച്ചാൽ എനിക്ക് വിഷമം വരുമ്പോൾ അങ്ങനെ ആലോചിക്കും, ഇതുപോലെ വിഷമം വരുന്ന ആൾക്കാർക്ക് ഒരു റിലീഫ് വേണ്ട, അതിന് വേണ്ടിയിട്ട് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ വല്ലുഹ 11 പ്രാവശ്യം ഓതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് പഠിച്ചു നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഞാനത് ഓതി അടിയിലൊക്കെ അത്രയും ഗ്യാപ്പ് വന്നിക്കണം, അതാണ് കേട്ടോ കാണിച്ചത്. അതിന് ശേഷം ഞാൻ എന്താ പറയുക തബാറക്ക ഓതുന്നുണ്ട്. അത് മുൽക്ക് നമ്മുടെ മരണപ്പെട്ടു പോയവർക്കൊക്കെ ഖബറിൽ വെളിച്ചം കിട്ടാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ദുആണ്, ഈ സൂറത്താണ്. അത് ഓതി അതിനുശേഷം ഞാൻ എൻ്റെ പണികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പ്രൊമോഷന് വരുന്ന കുറേ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാവില്ല, അതും കൂടെ ഇതിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഓയിലി പോയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് കൊറിയർ അയക്കുന്നത് ബുദ്ധിമുട്ടാണ് കേട്ടോ, കാരണം അത് ലീക്കായി കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ അതും കുറച്ചെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാനതേ അഡ്രസ്സിൻ്റെ ബുക്ക് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഇനിയിപ്പോൾ നമുക്കിത് അഡ്രസ്സ് ഒട്ടിക്കുന്ന സമയത്ത് ഫ്രമും കൂടെ ഒട്ടിക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാനാണെങ്കിൽ 2 മാത്രം ഒട്ടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, പിന്നെയും ഇരട്ടി പണിയായി എന്ന് വേണം പറയാൻ. പിന്നെ ഇത് വന്നിട്ട് നേരിട്ട് കൊടുക്കുന്നവർക്കുള്ളതിലാണ് ഈ സാധനങ്ങളൊക്കെ വെക്കുന്നത്. പിന്നെ ചിലർക്ക് ഡ്രസ്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, അതും കൂടെ വെച്ചിട്ട് ഇതാക്കുകയാണ്. പക്ഷേ അതിന് എണ്ണയൊക്കെ എടുത്ത് മാറ്റണം, കാരണം എണ്ണ ഉണ്ടെങ്കിൽ അവർ കൊണ്ടുപോകില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എണ്ണ ലീക്കായി കഴിഞ്ഞാൽ മൊത്തം സാധനം അവരെടുത്ത് കളയും, പിന്നെ ആൾക്കാർക്ക് ആവശ്യത്തിന് പോലും കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ സങ്കടത്തോടെ ഞാൻ എണ്ണ അതിന് എടുത്ത് മാറ്റിയിട്ടുണ്ട്.
അതിന് ശേഷം അതിലേക്ക് ഒരു ഡ്രസ്സ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഡ്രസ്സും കൂടെ വെച്ചിട്ട് നമ്മൾ പാക്ക് ചെയ്യുന്നത്, ശരിക്കും പറഞ്ഞാൽ ഒറ്റയ്ക്ക് പാക്ക് ചെയ്യുന്നത് നല്ല കഷ്ടമുള്ള ബുദ്ധിമുട്ടുള്ള നല്ല പണിയാണ്. എനിക്ക് ഒറ്റയ്ക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല, പക്ഷെ വേറെ വഴിയില്ലല്ലോ, നമ്മൾ ഏറ്റെടുത്ത കാര്യം നമ്മൾ തന്നെ ചെയ്യണമല്ലോ. പിന്നെ മനസ്സിൽ ഫുള്ളും ടെൻഷനും ഉണ്ടായിരുന്നു. കാരണം ശനിയാഴ്ചത്തെ ദിവസം എന്ന് പറയുമ്പോൾ എനിക്ക് വേറൊരു ഷോപ്പിൻ്റെ ഷൂട്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ഇഫ്താർ വ്ളോഗിൻ്റെ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. അതിന് കുറേ റെസിപ്പീസ് ചെയ്യണം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. പക്ഷെ ഇതൊക്കെ 2 മണിയാകുമ്പോഴേക്കും ഇത് മൊത്തം എല്ലാവരെയും എത്തിച്ചിട്ട് അത് വീഡിയോ എഡിറ്റ് ചെയ്ത് നിങ്ങളെ കാണിച്ച് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ ഇടുമെന്ന്. മുന്നിലാണെങ്കിൽ 2 ദിവസം മാത്രമേ ഉള്ളൂ, അതായത് നോമ്പിന് മുമ്പ്. എനിക്ക് പബ്ലിഷ് ചെയ്യാനുള്ള വീഡിയോസ് 2-3 ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നൊക്കെ വിചാരിച്ചിട്ട് ഭയങ്കര ബേജാറോടെ ഇങ്ങനെ ചെയ്യാൻ കേട്ടോ. രാവിലെ അതായത് സുബഹിസ്കാരം കഴിഞ്ഞിട്ട് തുടങ്ങിയതാണ്, കഴിഞ്ഞിട്ടില്ല. ഒറ്റയ്ക്കായതുകൊണ്ട് നല്ലോണം റിസ്ക് ആയിരുന്നു. കാരണം എന്തെങ്കിലും ചെറുതായിട്ട് ലീക്കോ അട്ടപ്പെട്ടി പൊട്ടോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സാധനം തിരിച്ചു വരും. അപ്പം നമ്മൾ മനസ്സിൽ അവർക്ക് നോമ്പിന് കഴിക്കാനോന്ന് വേണ്ടിയിട്ട് ചെയ്തിട്ട് അയ്യോ തിരിച്ചു വന്ന് എത്ര വലിയ വിഷമമായിരിക്കൂല. അപ്പോൾ നല്ലോണം നോക്കി പാക്ക് ചെയ്യാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഡ്രസ്സ് നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ, റനക്കുട്ടി ഒരിക്കൽ യൂസ് ചെയ്തതാണ് സംഭവം. പക്ഷേ സിബ് പുറകിൽ പൊട്ടിയിട്ടുണ്ട്. യൂസ് ചെയ്ത ഡ്രസ്സ് കിട്ടുമോയെന്ന് ചോദിച്ചപ്പോൾ ഒരു പ്രാവശ്യം മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ശരി, അതും പാക്ക് ചെയ്തിട്ട് ഒരു ബോക്സിൽ വെക്കുന്നുണ്ട്. ഏത് ബോക്സൊന്നും നോക്കിയിട്ടില്ല, ഡ്രസ്സ് ചോദിച്ചവരുടെ ബോക്സിൽ അങ്ങനെ വെച്ചിട്ട് പാക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ ഏതെങ്കിലുമൊക്കെ ഡ്രസ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ ഞാൻ എടുക്കുന്നുണ്ട്. പക്ഷേ എപ്പോൾ എങ്ങനെ ഏതെന്നൊന്നും എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഏതെങ്കിലുമൊക്കെ നമ്മുടെ വ്ളോഗുകളിൽ നമ്മളിങ്ങനെ ഇൻക്ലൂഡ് ആക്കും. അപ്പോൾ വ്ളോഗ് ഫസ്റ്റ് വന്ന് കണ്ടിട്ട് കമൻ്റ് ഇടുന്ന ആൾക്കാർക്ക് നമ്മൾ അത് ഇൻസ്റ്റഗ്രാമിൽ അഡ്രസ്സ് വാങ്ങിയിട്ട് അങ്ങനെ അയച്ചു കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഈ അയച്ചു കൊടുക്കൽ എന്ന് പറഞ്ഞത് ചില്ലറ പരിപാടിയൊന്നുമല്ല മക്കളെ. അതും ചെറിയ കുട്ടികളും കൂടെ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര റിസ്ക് ആയിരിക്കും. പിന്നെ അത്യാവശ്യം നല്ലോണം നമുക്ക് പേരുദോഷവും കിട്ടും. അയ്യോ എനിക്ക് തന്നില്ല, അവർക്ക് കൊടുത്തില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയട്ടെ. പിന്നെ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാണെന്ന് ആരും ദയവ് ചെയ്ത് പറയരുത്. കാരണം ഇതിൽ കംപ്ലീറ്റ് എനിക്ക് നഷ്ടമാണ്. പക്ഷെ എൻ്റെ പരലോകത്തേക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ഒരു ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ സേവിങ്സ് ആക്കി കണ്ടുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ചെയ്യുന്നത്. കാരണം ഞാനൊരു വീഡിയോ ഇങ്ങനെ കാണിക്കുന്നതിലൂടെ ഒരുപാട് പേർക്ക് അത് കാണാനും പറ്റും, അവർക്ക് ആഗ്രഹമുള്ളവർക്ക് അതുപോലെ ചെയ്യാനും പറ്റും. സാധിക്കാത്തവർക്ക് എൻ്റെ വീഡിയോ കാണുന്നതിലൂടെ തീർച്ചയായിട്ടും നിങ്ങളും ഇതിലൊരു പങ്കാളിയാണ്. നിങ്ങൾക്ക് പഠിച്ചതിനുള്ള കൂലി എന്തായാലും തരും കേട്ടോ. കാരണം നിങ്ങളുടെ സപ്പോർട്ടും കൂടി ഉണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നിങ്ങൾ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചെയ്യുക. എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണമെന്നോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പറയണേയില്ല, ഇതിലെവിടെയും ഞാൻ എഴുതിയും കാണിക്കില്ല. ബിക്കോസ് എനിക്ക് അതിലൂടെ അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് ഒന്നും എനിക്ക് ആവശ്യമില്ല. പക്ഷേ ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അതിൻ്റെ കൂലിയും കൂടെ കിട്ടും കേട്ടോ. പിന്നെ ഇതിൽ വന്നിട്ട് ഞാൻ കണക്ക് കൂട്ടി നോക്കിയ സമയത്ത് നമ്മൾ 50 കിലോൻ്റെ, അത് ഞാൻ പറഞ്ഞോ ഇല്ലയെന്ന് എനിക്കറിയില്ല, 2 പ്രാവശ്യം വോയിസ് ഓവർ എടുത്തുകൊണ്ട് മൊത്തം എനിക്ക് കൺഫ്യൂഷനാണ്. ചാക്കായിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് എല്ലാം വേറെ പാക്ക് ചെയ്തു. പിന്നെ അട്ടപ്പെട്ടീൻ്റെ പൈസ, പിന്നെ ഈ അയച്ചു കൊടുക്കുമ്പോൾ 1 കിലോയ്ക്ക് 25 രൂപയോളം എന്തോണം അവർ വാങ്ങുന്നത്. ചില ബോക്സുകൾ 8 കിലോ, ചില ബോക്സ് 8.5 കിലോ, ചില ബോക്സ് 9 കിലോ, അങ്ങനെയാണ് കേട്ടോ വെയിറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എങ്ങനെയും അയച്ചു കൊടുക്കുക ഒരു 250 രൂപയോളം നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റും. പിന്നെ സാധനവും അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് നോക്കുന്ന സമയത്ത് ഒരു 1100 രൂപ അങ്ങനെ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. ഇത്രയും സാധനങ്ങൾ നമ്മൾ കൊടുത്തിട്ടു. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത തീരെ കഴിവില്ലാത്തവർക്ക് പറ്റില്ലെങ്കിലും ഒരു മീഡിയം ലെവലിലുള്ള ആൾക്കാർക്ക് എന്തായാലും ഇതുപോലെ നിങ്ങളുടെ അടുത്തുള്ള 1-2 പേർക്കെങ്കിലും കൊടുക്കാനായിട്ട് സാധിക്കും. ട്രൈ ചെയ്യുക. കാരണം ദാനധർമ്മം നമ്മുടെ എന്താ പറയുക ആയുസ് നീട്ടി കിട്ടും, അല്ലെങ്കിൽ വല്ല അപകടം വരുന്നുണ്ടെങ്കിൽ അത് തടയും. പിന്നെ ഈ ആൾക്കാരുണ്ടല്ലോ മനസ്സറിഞ്ഞൊന്നും പ്രാർത്ഥിക്കേണ്ട ആവശ്യം പോലും ഇല്ല. ആ ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം തന്നെ നമ്മുടെ കുടുംബത്തിന് ഒരുപാട് നന്മകൾ കൊണ്ടുതരും, അത് ഉറപ്പാണ് കേട്ടോ. ഇനിയിപ്പോൾ അർഹതയില്ലാത്ത ആൾക്കാരാണ് നമ്മുടെ കയ്യിൽ ചോദിച്ചതെങ്കിൽ പോലും എന്താ പറയുക ആ കഴിക്കുന്നതിനുള്ള കൂലി എന്തായാലും നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ അതേ കുട്ടി എണീറ്റു എന്ന് പറഞ്ഞിട്ട് എന്നെ വന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ എൻ്റെ യൂണിഫോം മാറ്റിയിട്ട് വർക്കിംഗ് ഡ്രസ്സിലേക്ക് മാറിയിരിക്കുകയാണ്. കാരണം ഫീഡ് ചെയ്യുന്ന സമയത്ത് മറ്റേ ഡ്രസ്സിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എപ്പോഴും ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഡ്രസ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് തന്നെ ഒരു പരുവാകും ഞാൻ. പിന്നെ അതേ ബേബീനെ ഉറക്കിയതിന് ശേഷം വീണ്ടും ഞാൻ കുറച്ച് നേരം ഇരുന്ന് കരഞ്ഞു. കാരണം 12 മണിയായിട്ടുണ്ടായിരുന്നു. ഇനി എങ്ങനെ ഞാനെല്ലാം പെട്ടെന്ന് ചെയ്യും, പഠിച്ചോനെ എങ്ങനെ പെട്ടെന്ന് എത്തിക്കും, എങ്ങനെ ഇതെല്ലാം എന്നെക്കൊണ്ട് സാധിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ടെൻഷനായിരുന്നു. ഡ്രൈവിംഗ് പഠിക്കണം എന്നൊക്കെ, ഡ്രൈവിംഗ് പഠിച്ചിട്ടുണ്ട്, ലൈസൻസും ഉണ്ട്, അത് വേറെ. കോൺഫിഡൻസ് കിട്ടുന്നില്ല, അതാണ് മെയിൻ പ്രോബ്ലം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ ഗൈസ്.
പിന്നെ ഇതേ ബാക്കിയുള്ള നേരിട്ട് കൊണ്ട് കൊടുക്കാനുള്ള സംഭവങ്ങളും കൂടെ ഒന്ന് പാക്ക് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അവസാനം ആകുമ്പോഴേക്കും എനിക്ക് പാക്ക് ചെയ്യാൻ പറ്റിയില്ല. എല്ലാവർക്കും നേരിട്ട് കൊണ്ട് കൊടുക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ പഠിച്ചോൻ്റെ വിധി. പക്ഷെ ഇപ്പം എനിക്ക് സന്തോഷമാണ് തോന്നുന്നത്. ഞാൻ പെട്ടെന്ന് പ്ലാനൊക്കെ മാറ്റി. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് നേരിട്ട് കൊണ്ട് കൊടുക്കാൻ കഴിയൂല. എനിക്ക് വണ്ടിയിലെല്ലാം കൂടെ വെച്ചിട്ട് പോകാനും പറ്റില്ല. ഓട്ടോയിൽ വെച്ച് പോയി വരുമ്പോഴേക്കും എന്തായാലും ലേറ്റ് ആവും. അപ്പോഴേക്കും എൻ്റെ ബാക്കിയുള്ള പണികളെല്ലാം കൂടെ കുഴങ്ങും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ എൻ്റെ പ്ലാനിന് പെട്ടെന്ന് സഡനായിട്ട് മാറ്റിയിട്ട് എല്ലാ സാധനങ്ങളും അയക്കാനുള്ളതെല്ലാം ഇവിടെ പാക്ക് ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച്, അതിന് ശേഷം നേരിട്ട് കൊണ്ട് കൊടുക്കാനുള്ളത് മറ്റൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഹയാൻകുട്ടനത്ത് വേഗം പോയി ഓട്ടോ പിടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് ഹയാനെ വിട്ടിട്ട് ബാക്കിയുള്ള പെട്ടികളൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടാ. എന്നിട്ട് ഓട്ടോയിൽ കൊണ്ടുപോയിട്ട് അത്താൻ്റെ വീട്ടിൽ തന്നെ കൊണ്ടുപോയി അത്താൻ്റെ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് ആവശ്യമുള്ളവർക്ക് അവർ കൊടുത്തോട്ടെ എന്നും പറഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്തു. ഭാഗ്യത്തിന് ഓട്ടോ ചേട്ടനില്ലേ ഭയങ്കര ഒരു നല്ല മനുഷ്യൻ. എനിക്കുണ്ടല്ലോ ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെടാതെ എന്നെ ഇങ്ങോട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഞാൻ ഒരിക്കലും ആരോടും അങ്ങോട്ട് പോയിട്ട് എൻ്റെതായിട്ടുള്ള കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടിക്കാറില്ല. അത് ആരാണെങ്കിലും ശരി, എൻ്റെ വാപ്പാനാണെങ്കിലും ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടില്ല, ആരും ബുദ്ധിമുട്ടിക്കാറില്ല. പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ, നമുക്ക് സപ്പോർട്ടായിട്ട് നിൽക്കണം ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ചെയ്തു തന്നാൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും കേട്ടോ. ആ ഒരു നന്ദി എൻ്റെ ലൈഫ് ലോങ് ഞാൻ അവരോട് കാണിക്കും. അങ്ങനെ ഈ ചേട്ടൻ ഞാൻ പറയാതെ തന്നെ വേഗം ഓടി വന്ന് ബോക്സുകളൊക്കെ എടുത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ചേട്ടൻ അവിടെ നിന്ന് ഇങ്ങനെ ചോദിച്ചു, അമ്മാൻ്റെ അവിടെ നിന്ന് ചോദിച്ചു, ഇതെന്താണ്, നിങ്ങൾ ബിസിനസ് ചെയ്യാനാണോ കച്ചവടമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞേ ഇല്ല, ഇങ്ങനെ റമദാനിന് നോമ്പെടുക്കുന്നവർക്ക് കൊടുക്കുന്നതാണെന്ന് പറഞ്ഞപ്പോൾ ആണോ ഓക്കെ അങ്ങനെയെന്ന് പറഞ്ഞു. പിന്നെ അതേ നമ്മൾ എല്ലാ ബോക്സുകളും ഓട്ടോയിലേക്ക് കയറ്റി വെക്കുന്നുണ്ട്. കാരണം ഓരോ വീട്ടിലേക്ക് ഓട്ടോ നിർത്തിക്കൊണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ അല്ല. ഒന്നാമത്തത് എനിക്ക് ടൈം ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ്. നമുക്ക് ആകെ ഉള്ളത് 10-12 മണിക്കൂറല്ല, അതിലാണെങ്കിൽ 10,000 കാര്യങ്ങളും ഒന്നിച്ച് ചെയ്യാനും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള പവറൊക്കെ ഉണ്ട്. അത് ഈ പുറത്തെടുക്കാത്തതാണ്. ഒറ്റയ്ക്ക് പോകാനും മടി. കാരണം 17 വർഷത്തോളം എൻ്റെ വാപ്പാനെയും അല്ലെങ്കിൽ ആങ്ങളമാരെയും ഒക്കെ ആശ്രയിച്ചിട്ടാണ് ജീവിതം മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം വിവാഹശേഷം എന്ന് പറയുമ്പോൾ ഇതേപോലെ 10-17 വർഷം എല്ലാം ഭർത്താവ് ചെയ്തത്, മീൻസ് കൂട്ടിക്കൊണ്ടുപോവുക അങ്ങനെ എങ്ങനെയെന്നൊക്കെ ആയിപ്പോയപ്പോൾ ആ ഒരു കോൺഫിഡൻസ് എന്നിൽ നിന്നും കോൺഫിഡൻസ് ഇല്ല, അതാണ് സത്യം. അപ്പോൾ എന്തെങ്കിലും ആവോ, വണ്ടി എടുത്തു കഴിഞ്ഞാൽ അവിടെ മുട്ടോ ഇവിടെ മുട്ടോ, ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കും, എന്നെ കാരണം ആർക്കും അങ്ങനെ സംഭവിക്കാനും പാടില്ലല്ലോ. അങ്ങനെ ആ ഒരു ബേജാറൊക്കെ കൊണ്ട് ഡ്രൈവിങ് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് നിൽക്കുകയാണ്. പക്ഷെ ഇൻഷാല്ലാ ചെയ്യും എന്ന് വിചാരിക്കുന്നു. കാരണം എനിക്ക് എൻ്റേതായിട്ട് കുറേ ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം ഞാൻ ചെയ്യണം. പിന്നെ വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഇത്രയൊക്കെയാണ് ഉള്ളത്. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇൻഷാല്ലാ. കാരണം നിങ്ങൾ ഒരുപാട് പേര് ദുആ ഉണ്ട് എന്ന് എനിക്കറിയാം. പിന്നെ എനിക്ക് കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ദുആ ചെയ്യണം, ആത്മാർത്ഥമായിട്ട് നിങ്ങളൊന്ന് ദുആ ചെയ്യണം കേട്ടോ. പിന്നെന്താണ്, അങ്ങനെ നമ്മൾ ഒരു ബോക്സും തിരിച്ചെടുത്തിട്ട് പോവാണ്. അപ്പോൾ ഓട്ടോ ചേട്ടൻ ചോദിച്ചു, ഇതെന്താ നിങ്ങൾ തിരിച്ചുകൊണ്ടുവരുന്നത്? അപ്പോൾ ഈ ഒന്നുമില്ല, വെറുതെ ആണെന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ മനസ്സിൽ അപ്പം തന്നെ ഞാൻ മനസ്സിൽ നിയത്തി ചെയ്ത് വെച്ചതാണ് ഓട്ടോ ചേട്ടനൊക്കെ ഒരു ബോക്സ് കൊടുക്കണം എന്നുള്ളത്. അത് പറഞ്ഞതും മൂപ്പരുടെ ആ ഒരു മുഖം മാറിയതും കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നു. ഭയങ്കര സന്തോഷമായിരുന്നു. ആ സന്തോഷം കണ്ടപ്പോൾ എനിക്കും എൻ്റെ എല്ലാ വിഷമങ്ങളും അങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ അലിഞ്ഞു പോയി എന്ന് പറയില്ലേ, എന്ന പോലെ അലിഞ്ഞു പോയി. എനിക്ക് ഭയങ്കര ഹാപ്പിയായി. ഒരാളെങ്ങനെ അറിഞ്ഞ് നമ്മൾ സന്തോഷിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു സംഭവമല്ലേ. അങ്ങനെ പിന്നെ ചേട്ടൻ്റെ വീട്ടുകാർക്ക് നോമ്പൊന്നുമില്ല, കാരണം ചേട്ടൻ പൊട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ മൂപ്പർക്ക് അത് കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ജാതിയോ മതമോ ഒന്നും നോക്കണ്ട, മനുഷ്യനാണ് എന്നുള്ള പരിഗണനയിൽ കൊടുക്കുക. കാരണം ഒരു മനുഷ്യന് മരിക്കോളം ആവശ്യമുള്ളത് വായു, വെള്ളം, ഭക്ഷണം. വായു വെള്ളവും പഠിച്ചോം കൊടുത്തോളും. ഭക്ഷണം എന്നുള്ളത് അധ്വാനിച്ചുണ്ടാക്കേണ്ട ഒരു സംഭവമാണ്. ചിലർക്ക് അധ്വാനിച്ചാലും കിട്ടൂല. അപ്പം അങ്ങനെയുള്ളവരെ അറിഞ്ഞ് നമ്മൾ സഹായിക്കുക. അപ്പോൾ ബൈ ബൈ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.